എല്ലാ അനാവശ്യ വർത്താനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റണം. യാകുമ്മൽ ഗൈബത ഫഇന്നൽ ഗൈബത അശദ്ദു മിനസ്സിനാ. പരദൂഷണത്തെ സൂക്ഷിച്ചുകൊള്ളുക, അത് വ്യഭിചാരത്തെക്കാൾ കഠിനമായ തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരന്യപുരുഷന്റെ മുഖത്ത് പോലും നോക്കാതെ കണ്ണു താഴ്ത്തി നടക്കുന്ന കരുനാഗപ്പള്ളിയിലെ ഉമ്മമാരുണ്ടെങ്കിൽ, കരുനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചാരത്തെപ്പറ്റി ഒരു ചിന്ത പോലും വന്നിട്ടില്ലാത്ത സഹോദരിമാരുണ്ടെങ്കിൽ, അങ്ങനത്തെ സഹോദരിമാര് പോലും ദിവസവും നിരവധി പ്രാവശ്യം വ്യഭിചാരത്തിന്റെ കുറ്റത്തിന് കാരണക്കാരാവുകയാ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ ഗൈബത അശദ്ദു മിനസ്സിനാ. വ്യഭിചാരത്തെക്കാളും കഠിനമായ തെറ്റാണ് പരദൂഷണം. ഇന്നർ റജുല ഖദ് യസ്നി യതൂബുല്ലാഹ്. ഒരു മനുഷ്യൻ അവൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമങ്ങ് വ്യഭിചരിച്ചുപോയി, അങ്ങനെ ഒരു തെറ്റവനിൽ നിന്ന് വന്നുപോയി. പക്ഷേ അവന് അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ, പടച്ചവനെ, ഞാനൊരു മഹാപാതകം ചെയ്തല്ലോ, ഞാനൊരു വൻപാപം ചെയ്തു പോയല്ലോ, ഞാൻ നീ നിഷിദ്ധമാക്കിയത് ചെയ്തല്ലോ, ഞാൻ നരകത്തിൽ പോകാൻ കാരണക്കാരനായല്ലോ എന്ന വേദനിക്കുന്ന വേദുന്ന ഹൃദയത്തോടെ അവൻ റബ്ബിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു ഒരുപക്ഷെ അവനത് മാപ്പ് കൊടുത്തേക്കും. പക്ഷേ ഇന്ന സാഹിബൽ ഗൈബത്തി, പരദൂഷണം പറയുന്നവൻ ലാ യഗ്ഫിറുല്ലാഹു തആല, അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്ന പ്രശ്നമേയില്ല. ഹത്താ യഗ്ഫിറ ലഹു സാഹിബുഹു. ആരെപ്പറ്റിയാണോ അവൻ പരദൂഷണം പറഞ്ഞത്, ആരെയാണോ അവൻ പരദൂഷണം പറഞ്ഞത്, അയാളോട് പോയി കാല് പിടിച്ച് മാപ്പ് ചോദിച്ച്, ഞാൻ നിങ്ങളെപ്പറ്റി പരദൂഷണം പറഞ്ഞുപോയി, ഇഷ്ടമില്ലാത്തത് പറഞ്ഞുപോയി, പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിച്ച് അയാള് പൊരുത്തപ്പെട്ടു കൊടുത്താലല്ലാതെ, അവള് പൊരുത്തപ്പെട്ടു കൊടുത്താലല്ലാതെ അല്ലാഹു പൊരുത്തു കൊടുക്കുകയില്ല എന്ന് ജീവിതത്തിൽ ഒരിക്കലും അസത്യം പറയുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സത്യത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപകടകരമായ കാര്യം. അന്യസ്ത്രീയെ നോക്കുന്നില്ല, അന്യസ്ത്രീകളോട് സംസാരിക്കുന്നില്ല, അന്യസ്ത്രീകളെപ്പറ്റി എന്തെങ്കിലും മോശമായ ചിന്ത മനസ്സിൽ വരുന്നില്ല, അന്യപുരുഷന്മാരെ നോക്കുന്നോ സഹോദരിമാര് നോക്കുന്നില്ല, അന്യപുരുഷന്മാരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നില്ല. വളരെ സൂക്ഷ്മത പുലർത്തുന്ന സഹോദരിമാർ. പക്ഷേ ദിവസവും നിരവധി തവണ വ്യഭിചാരത്തിന്റെ കുറ്റത്തിനേക്കാളും കഠിനമായ കുറ്റം അവർ ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ. ഈ കഠിനമായ കുറ്റം, ഈ കഠിനമായ തെറ്റ് നാക്കുകൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഈ നാവിന്റെ കുഴപ്പത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ എപ്പോഴും തയ്യാറാകണം. വിശുദ്ധ റമളാനിൽ പ്രത്യേകിച്ചും തയ്യാറാവണം.